പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. ബിബിൻ ജോർജ് ഗുമസ്തൻ മൂവിയുടെ ടീം കോളേജിലെ ഒരു ഫംഗ്ഷന് വേണ്ടി പോയ സമയത്ത് എന്താ രാമേന്ദ്ര പ്രശ്നം? അവിടുത്തെ പ്രിൻസിപ്പാൾ അപമര്യാദയായിട്ട് പെരുമാറി ബിബിൻ ജോർജിനെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടൊരു സംഭവം കാണാനിടയായി. നമുക്ക് എന്തായാലും അതിന്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടു. ഒന്നും പറയണ്ട, ഇത് പറഞ്ഞോളാന്നാണ് പറഞ്ഞത്, അത് പറഞ്ഞു. എന്തായാലും സന്തോഷം. താങ്ക് യു വെരി മച്ച്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോളേജിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. കൊള്ളാം. മാഷന്മാരുടെ ഡിസിപ്ലിൻ ഇതാണെങ്കിൽ കുട്ടികളുടെ ഗതി എന്തായിരിക്കും? കഷ്ടായി പോയി. വെടിവെച്ച് കൊല്ലണപ്പാന്തിനെ. കോളേജ് പ്രോഗ്രാമിന് ഈ ആളുകളെ, സിനിമാ നടന്മാരോ ആർട്ടിസ്റ്റുകളെ, പാട്ടുകാരനോ ഡാൻസുകാരനോ സിനിമാ നടനോ ആരും ആയിക്കോട്ടെ, ഇങ്ങനത്തെ ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ഈ കോളേജ് യൂണിയൻ കുട്ടികളും വിളിച്ചു വരുത്തും. വിളിച്ചു വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്തായി, ഇവിടെയുള്ള സാറുമാർക്ക് അതൊരു ഭയങ്കര വലിയ ഇഷ്യൂ ആയിട്ട് മാറും. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നിട്ട് ഇതിനിടയിൽ കിടന്നിട്ട് ഈ പാവം ഇവിടെ വരുന്ന ഈ കലാകാരന്മാരെ അനുഭവിക്കണം, ഈ അപമാനം അവർ സഹിക്കണം. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. സാറിനെ കിട്ടല്ലോ അധികാരത്തിന്റെ ഈഗോ ബാധിച്ചിട്ട് കണ്ണും ചെവിയൊക്കെ പോയി കിടക്കണത്. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇത് വലിയ തിന്മയാണ്. സത്യം പറ പ്രകാശേ, എന്താ ഇതിന്റെ ഒരു ലൈൻ? நம்மளை வணங்குறவங்களும் இருப்பாங்க, நம்மளை வரவேற்கிறவங்களும் இருப்பாங்க, நம்மளை எதிர்க்கிறவங்களும் இருப்பாங்க. நம்ம வேலை, நம்ம கடமையை செம்மையாக செஞ்சுட்டு அந்த நதி மாதிரியே போய்கிட்டே இருக்கணும்.